ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാട്ടാക്കട പഞ്ചായത്തിലെ ചെമ്പനാകോട് വാർഡിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഭരണത്തിൽ ജനങ്ങൾ സംതൃപ്തരാണോ? അത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. വരും. വികസനങ്ങളെ കുറിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നല്ല രീതിയിലൊക്കെ പോണു. മെമ്പറൊക്കെ കൊള്ളാം, നല്ല മെമ്പറാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചെന്ന് പറഞ്ഞാൽ അതെല്ലാം സാധിച്ചു തരും. മെമ്പറെ കൊണ്ട് കഴിയണത് സാധിച്ചു തരും. റോഡിന്റെ വികസനങ്ങളൊക്കെ ഇപ്പൊ എല്ലാം ശരിയാക്കി. ഇപ്പൊ നല്ല റോഡാക്കി, നല്ല ഇതാക്കി. പാലമൊക്കെ നല്ലതായിട്ട് വന്നു. എല്ലാം കുടിവെള്ളം എല്ലാം കിട്ടും. എല്ലാ വീടുകളിലും പൈപ്പ്, പഞ്ചായത്തിൽ നിന്ന് പൈപ്പ് കൊണ്ടുവന്നിട്ട് വന്ന് വെള്ളമൊക്കെ ഇഷ്ടം പോലെ കുഴപ്പമില്ലാത്ത രീതിയിൽ. എൻ്റെ പേര് സുലോചന. ചെമ്മനാട് വാർഡില് വാർഡ് മെമ്പറിനെ അറിയാമോ? പ്രവർത്തനം എങ്ങനെയാണ്? പ്രവർത്തനം എല്ലാവർക്കും വീടും കാര്യങ്ങളൊക്കെ അവർ സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെയും പഞ്ചായത്തിൽ നിന്നൊന്നും ഒരു കക്കൂസിന് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. മെയിൻ്റനൻസിന് വെച്ചായിരുന്നു. അപ്പോൾ മെയിൻ്റനൻസിനാണെങ്കിൽ ഞങ്ങളെ വീടൊന്നും ചെയ്യാൻ പറ്റില്ല. പച്ചക്കട്ട കെട്ടിയ വീടാണ്. അത് പൊളിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പൊളിച്ചാൽ അത് ഇടിഞ്ഞ് വീഴും. സിമെൻറ്റ് പൂശിയിട്ടുള്ള വീട്. പിന്നെ ഞങ്ങൾക്ക് മക്കൾക്ക് ഇരുന്ന് പഠിക്കാനോ ഒന്നും ഒരു സൗകര്യമൊന്നുമില്ല. അങ്ങനെ നല്ല കഷ്ടപ്പെട്ടാണ് വീട്. ഞാനിപ്പോൾ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത്. ചേട്ടനാണെങ്കിൽ കമ്പിപ്പണിയാണ്. ഈ ഇടയ്ക്ക് മറ്റേ ഫോൺ വഴി വീടിന് ചെയ്യുന്നത്, അത് ചെയ്തിട്ട് കുറച്ചൊക്കെ കിട്ടും. പിന്നെ ഫോട്ടോ എന്തോ കിട്ടുന്നില്ല. അതുകൊണ്ട് മിക്കവർക്കും ശരിയായി, ഞങ്ങൾക്കൊന്നും ശരിയായില്ല. രാവിലെ അമ്മയും മോനുമായിട്ട് അങ്ങ് കാനക്കോട് പോയാണ് ഇത് നമ്മളെ ഫോണിൽ പറ്റണില്ല. അവരെ ഫോണിലാണ് ചെയ്തത്. ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നു വീട്ടിൽ. രാവിലെ ഒന്നും കഴിക്കാതെ 6 മണി വരെയൊക്കെ അവിടെ ഇരുന്നിട്ട് ആട്ട പിടിച്ച് ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ട് അതോ ഒരു ഫോട്ടോ കിട്ടുന്നില്ല. പക്ഷെ അത് നമുക്ക് ശരിയായില്ല. നേരത്തെ എത്ര വർഷം കൊണ്ട് അപേക്ഷ കൊടുക്കുന്നുണ്ട് വീടിന്? പിന്നെ ഇടയ്ക്കാണ് വീട്ടിന് അങ്ങനെ അപേക്ഷ കൊടുത്തില്ല നമ്മൾ. ഇപ്പോഴില്ല, അക്ഷയ വഴിയാണ് കൊടുക്കണമെന്ന് പറഞ്ഞ്. പിന്നീട് ഫോൺ വഴി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോൺ വഴി ചെയ്തിട്ട് ശരിയായി. ഇല്ല. കുടിവെള്ളം കിട്ടിയോ? കുടിവെള്ളം കിട്ടിയോ? കുടിവെള്ളം ലൈൻ കിട്ടിയോ? കിട്ടിയില്ല. ആ കിണറെല്ലാം നമുക്ക് ഇല്ല. കടവരൊക്കെ ഇടിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും വട്ടടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പഞ്ചായത്ത്. നമ്മൾ വിളിച്ച് കേട്ടപ്പോൾ നമ്പറൊന്നും പറഞ്ഞില്ല അതിനെപ്പറ്റി. നമ്മൾ അറിഞ്ഞില്ല അതിനെപ്പറ്റി. അറിഞ്ഞ സമയത്ത് കേട്ടപ്പോൾ പിന്നെ എല്ലാവർക്കും ആയത്. പിന്നെ എല്ലാം കടയിലൊക്കെ ഇടിഞ്ഞ വേനലാകുമ്പോൾ ഇടിഞ്ഞിടക്കൊണ്ട് നമുക്ക് വെള്ളമൊക്കെ കിട്ടാൻ സാധ്യത കുറവാണ്. നമ്മൾ റോഡിലൊക്കെ പൈപ്പിലാണ് പോയി എടുക്കുന്നത്. ചെമ്പനാട് വാർഡ് അറിയാം. ഇവിടുത്തെ ഒരു 10 വർഷം കൊണ്ട് അവർ തന്നെയാണല്ലോ. 10 വർഷം കൊണ്ട് അവരാണ് പ്രവർത്തനം. അവരെ ആൾക്കാർക്ക് നല്ലതാണ്. അതായത് എന്ത് ആനുകൂല്യം ഉണ്ടെങ്കിലും ഞാനിപ്പോൾ എനിക്ക് വ്യക്തിപരമാക്കിയോട്ട് പറയുമല്ല, അവരെ ആൾക്കാർക്ക്, അവരെ ജാതിക്കാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കൊടുക്കുള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണ് അവരെ പ്രവർത്തനം. പിന്നെ നല്ലതോന്ന് കേട്ടാൽ നല്ലതാണ്. അങ്ങനെ കൈക്കൂലി കൊടുത്തൊരു കാര്യം, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ 25,000 രൂപ തരാം, എനിക്ക് വീട് തരുമോ, എന്നെ മുൻഗണനയിലോട്ട് ആക്കുമോ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കും. അങ്ങനെയുള്ളൊരു മെമ്പറിനെ ഇഷ്ടമാണ് എല്ലാവർക്കും. കൈക്കൂലി വാങ്ങണ ഒരാൾ തന്നെ, ആ ആള് തന്നെയാണ്. സാധനം ആ സ്പോട്ടിൽ കിട്ടും. കാരണം എനിക്ക് 2019 സാറ് അതിൻ്റെ അകത്ത് കയറി നോക്കണം, വീടെല്ലാം വെടിച്ച് വളർന്നിരിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലൈഫ് പദ്ധതിയിൽ തന്നെ എഴുതി കൊടുത്തു. അപ്പോൾ ഫസ്റ്റിൽ എനിക്ക് വന്ന് അവർ ലിസ്റ്റ് എടുത്ത് കളഞ്ഞു. രണ്ടാമത് ലൈഫ് പദ്ധതിയിൽ ലാസ്റ്റ് മെമ്പർ നമ്മളെ പിണറായി സാറ് ഇപ്പം കയറിയപ്പോഴും ഞാൻ ലൈഫ് പദ്ധതിയിൽ കൊടുത്തു. സങ്കടത്തോടു കൂടിയാ സാറേ ഞാൻ പറയണത്. എനിക്ക് 2 പെൺമക്കളാ. എൻ്റെ 2 പെൺമക്കളെ ഞങ്ങൾ ഇവിടെ വച്ചാ കല്യാണ മണ്ഡപത്തിലൊന്നും കൊണ്ടുപോകാൻ ഞങ്ങളിൽ പൈസ ഇല്ല. അതുകൊണ്ട് ഇവിടെ വെച്ചാ എൻ്റെ മക്കളെ കെട്ടിച്ചു കൊടുത്തു. വീടകത്ത് കയറി നോക്കി അറിയാം, എല്ലാ ചവരുകളും വിണ്ട് കയറിയിരിക്കുക, പിളർന്നിരിക്കുക. പച്ചക്കല്ല് കെട്ടിയ വീടാണ്.
ഞാൻ മക്കളെ അയക്കാൻ കരുതിയിട്ടാണ് ഈ വീട് ഇങ്ങനെ ഫ്രണ്ട് അത്രയും ജയിച്ചു വെച്ചിരിക്കും. എൻ്റെ മക്കളെ രണ്ടുപേരെ അയക്കും. ഇവിടെ വെച്ചല്ലേ കല്യാണം, മോശമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇത്രയും ഫ്രണ്ട് മാത്രം നീറ്റാക്കി വെച്ചിരിക്കുക. അപേക്ഷ കൊടുത്തപ്പോഴത്തേക്ക് എന്നെ ലാസ്റ്റ് ഇതായിരുന്നു, ലിസ്റ്റിലായിരുന്നു. ഞാൻ കളക്ടർ ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് മുൻഗണനാ ലിസ്റ്റിൽ വന്നു. ആ ലിസ്റ്റും എടുത്ത് കളഞ്ഞു. കാരണം എനിക്ക് എപ്പോഴും ഓടാൻ പറ്റില്ല. കാരണം ഞാൻ അന്ന് തിരുവനന്തപുരത്ത് പാചകത്തിന് പോവുക, കുക്കിങ് അതിൻ്റെ ക്ലീനിങ്ങിന്. ഒരു ദിവസം 4 വീട് പണിയെടുത്തിട്ട് സിറ്റിക്കകത്തുനിന്ന് ഇവിടെ വരിക. അല്ലാതെ ഇവരെ പറക്കാൻ എനിക്ക് നടക്കാൻ പറ്റത്തില്ലല്ലോ സാർ. കിട്ടാത്ത കാര്യം അവരടുത്ത് ചോദിക്കാൻ പറ്റത്തില്ല. അവരടുത്ത് ചോദിക്കില്ല. തിരിച്ചു പോന്ന് 2 പെൺമക്കളാ. എന്നിട്ട് ഇവരടുത്ത് ചോദിക്കുമ്പോൾ ഒന്നും പറയത്തില്ല. ഇവർക്ക് ചോദിക്കാൻ പറ്റൂല. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് വ്യക്തി വരാക്കി വന്നവർക്ക്. അതായത് ഒരുപാട് സാർ അതാ ഞാൻ പറഞ്ഞത്. സാറെ പറഞ്ഞാൽ ഞാൻ സത്യസന്ധമായി പറയാം. അപ്പൊ കള്ളം പറയുക അല്ല സാർ, സത്യമാണ്. ഇപ്പൊ അദാലത്തിന് കൊടുത്തപ്പം എനിക്ക് ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മെമ്പർ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പളി നിങ്ങൾക്കുണ്ട്, വീട്ടിനുണ്ടെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. ഇതാ കാറ്റത്ത് മരങ്ങൾ വീണപ്പം നമ്മൾ മുറിച്ച് മാറ്റിയിട്ടിരിക്കുക. കാരണം വീട് വയ്ക്കാൻ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഇനി രണ്ടാമത് ഒരു കാര്യം കൂടെ സാറിന് പറയാം. ഈ പോസ്റ്റ് ഫസ്റ്റിൽ നിന്ന് എൻ്റെ കല്യാണം 37 വർഷത്തിന് മുമ്പ് നിന്ന് ഈ പോസ്റ്റ് ഇവിടെയാണ്. അപ്പൊ എൻ്റെ കുഞ്ഞുവാവ മൂത്ത മോളിൽ നിന്ന് പിടിക്കുന്നത് കൊണ്ട് അന്നത്തെ സാറ് കണ്ടോണ്ട് വന്നപ്പോൾ ഈ പോസ്റ്റുകൾ അപ്പുറത്താക്കി. ഷോക്ക് അടിക്കുമെന്ന് പറഞ്ഞു. നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ ലൈറ്റ് പണ്ടേ ഉള്ള ലൈറ്റാണ്. ഈ പോസ്റ്റ് ഇവിടെ രണ്ടാമത് ഇപ്പം വന്നതാണ്, വലിയ പോസ്റ്റ് നിർത്തിയത്. അപ്പോഴും ഞാൻ നോക്കിയപ്പോൾ എല്ലായിടത്തും ബൾബുകൾ കൊണ്ടുപോവുക. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഇതങ്ങ് മേളിൽ കയറ്റല്ലോ, ഇനി എപ്പോഴാണ് ബൾബ് ഇടുന്നത്? അത് ഇവിടുത്തെ ബൾബ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇവിടെ ഇടരുതെന്ന് മെമ്പർ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഈ ലൈനിൽ ഇടാൻ വന്ന ആളാണ് പറഞ്ഞത്. ഇവിടെ തന്ന് പണി ചെയ്തുകൊണ്ടുവന്ന് ആരാണോ അവർ പറഞ്ഞു. അന്ന് ഞാൻ ഗ്യാസിൽ വെച്ച് 2-3 കലം രാവിലെ മുതൽ വൈകുന്നേരം വരെ തിളപ്പിച്ച് കൊടുക്കുക. കാരണം പാവം എൻ്റെ സഹോദരങ്ങളെ പോലെയല്ലേ പണിയെടുക്കണവര്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാമിക്ക് വണ്ടി ഉണ്ടല്ലോ, മാമി ഒരു കാര്യം ചെയ്തതിനെ ഒന്ന് കറണ്ട് ഓഫീസിൽ ചെന്ന് പറയാൻ പറഞ്ഞു, പരാതിപ്പെടാൻ പറഞ്ഞു. ഞാൻ പരാതിപ്പെട്ടപ്പം പറഞ്ഞു, നിങ്ങൾ പ്രസിഡന്റിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. തിരിച്ച് പ്രസിഡന്റിൻ്റെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞപ്പോൾ ഒരു 15 ദിവസം വെച്ച് ശരിയാക്കാം. അടുത്ത രാഷ്ട്രീയക്കാരന്മാർ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കേട്ട് ഇതിൻ്റെ എല്ലാം ഊരി എടുത്തിട്ട് പോയാൽ തെളിവ് നശിപ്പിച്ചിട്ടുണ്ടോ, ബാക്കിയെല്ലാം ഉണ്ടോ, ബൾബിട്ടാൽ മതി. ഞാൻ ബൾബിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇവരെന്നിട്ടും കേൾക്കണില്ല. അപ്പം ഞാനെന്താ ചെയ്ത്, ഒരു ദിവസം ഇവിടെ CPI-യിലെ നേതാക്കന്മാർ വന്നപ്പോൾ സന്ധ്യയ്ക്കാണ് വന്നത്. ഞാൻ നോക്കിയപ്പോൾ എല്ലാ പോസ്റ്റുകളിലും ബൾബുണ്ട്, വീടുകളിലും ബൾബുണ്ട്. ഞാൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, സാറേ ഇങ്ങോട്ട് നോക്കണം, ഇവിടുത്തെ ഭരണം ഇതാ, ഇവിടുത്തെ മെമ്പർ ഇതാ, പിന്നെ ഞങ്ങൾ ഇവിടുത്തെ പോസ്റ്റിൽ ലൈറ്റ് ഉണ്ടായിരുന്നതാണ്, ഇവർ ഉരി മാറ്റിച്ചു, ഇവിടെ ഇടുന്നില്ല. ഇനി ഇവിടെ അഥവാ ഒരു പാമ്പ് റോഡിൽ വരെ കൂടെ ഇങ്ങനെ ആൾക്കാർ പോകുമല്ലോ, അപ്പൊ ഒരു റോഡിൽ ഒരു പാമ്പ് കിടക്കുകയാണ്, മണിയാന്നാണ് വീട്ടിൽ വരും, മണിയാ അമ്പിളി ഇത്തിരി വാതിൽ തുറക്കേ, ബൾബിടെ ലൈറ്റ് ഇടേ എന്ന് പറയാൻ ഞങ്ങൾ ഇടുകത്തില്ല. കാരണം മെമ്പറിന്റെ വീട്ടിൽ ചെന്ന് ഇടാൻ പറയും, അവരിട്ട് തരും, ആ വെട്ടത്തിൽ നിങ്ങൾ കണ്ടാൽ മതി. നിഷേധിച്ചതാ സാർ. എനിക്കൊരു വീട് നിങ്ങൾ കേറി നോക്കേ, ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാം സാർ. എന്റെ വീട് സാറ് നോക്കണം, കാറ്റടിക്കുമ്പോൾ ഞാൻ ഇറങ്ങി വെളിയിലാണ് ഓടുന്നത്. ഇവര് ചോദിക്കും, രാഷ്ട്രീയക്കാര് ഇവരെ ബന്ധുക്കളാ, ഏത് പാർട്ടി, അവർ ചോദിക്കും, നിങ്ങൾ മക്കളെ കെട്ടിച്ചയച്ചില്ലേ, പിന്നെ എന്താ നിങ്ങളെ മക്കളെ വീട്ടിൽ ചെന്നൂടെ? അങ്ങനെയാണോ സാർ? സാറും കുടുംബമായി കാണുമല്ലോ. നമ്മളെ മക്കളെയും കെട്ടിച്ചയച്ചിട്ട് മക്കളെ വീട്ടിൽ ചെന്ന് കിടക്കുമോ? ഓക്കെ സാർ, അമ്പിളി എന്നാണ്. ഓക്കെ, ഒരു 5 വർഷം കൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഐഡിയ ഉണ്ടാകുന്നു. അവർക്ക് ചില ചൊറിഞ്ഞ പറഞ്ഞുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തൊഴിലുറപ്പും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും ജോലികളുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് പറയും. ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കും. പിന്നെ അവരെ സ്വന്തക്കാർക്ക് ആനുകൂല്യം, സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ടോ? സാധാരണക്കാർക്കൊക്കെ എല്ലാം ഇവിടെ സാധാരണക്കാരേ ഉള്ളൂ സാറേ. ഇവിടെ ആരും കോടീശ്വരന്മാരില്ല, എല്ലാം സാധാരണക്കാരേ ഉള്ളൂ. പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ട്. മെനിഞ്ഞാന്ന് പെൻഷൻ ചിലപ്പോൾ 2 മാസമൊക്കെ ആവും, ചിലപ്പോൾ 1 മാസം. തൊഴിലുറപ്പിൻ്റെ പണി ഇവിടെ എൻ്റെ മക്കളും പോകാറുണ്ട്. ഞാൻ അവനെ പറ്റി ഒന്നും ചോദിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരെ കണക്കെടുത്തുന്നു. കാരണം എങ്ങനെയാണ്, അങ്ങനെ അവർ തൊഴിലുറപ്പ് പോകുന്നു, ഇവിടെ വരുന്നു. 2 സമയം ഫോട്ടോ എടുക്കണം. രാവിലെ ഫോട്ടോ എടുക്കണം, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് ഒന്ന് ഫോട്ടോ എടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം.
പിന്നെ 5 വർഷത്തെ പ്രവർത്തനം ഒരു ഭാഗ്യമാണെന്നുള്ളതാണ് അല്ലേ? അതെ, പൂർണ്ണമായില്ല, പൂർണ്ണമായിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളതല്ലേ സാറേ. എത്ര എണ്ണം ആളുകൾ ജനം പോലെയാണ് കൃഷി നടക്കുന്നതും കാര്യങ്ങൾ ചെയ്തും. പേരെന്താണ്? ഇത് എൻ്റെ പേര് കൃഷ്ണൻ ആശാരിയാണ്. കുട്ടനാട് വാർഡിനകത്ത് ഒരു 5 വർഷം കൊണ്ടുള്ള വികസനം എങ്ങനെയാണ് അറിയാമോ? ഓ ഇപ്പൊ കണ്ട ഇവിടെ എല്ലാം പുരോഗമിച്ചല്ലേ. പിന്നെ ഇപ്പൊ അണ്ടി ഓഫീസ് വന്നതാ പൂട്ടി 4-5 മാസം ആളുകൾക്ക് തൊഴിലില്ല. അതുകൊണ്ട് ആളുകൾ കിടന്ന് പ്രവർത്തനമില്ല. എന്തോ അതിനെപ്പറ്റി അറിഞ്ഞൂടാ അവർക്ക് അങ്ങനെ. പക്ഷെ ആളുകളെ അതുകൊണ്ട് ജീവിക്കണവരുണ്ട്. തന്നെ തൊഴിലുറപ്പ് ഒന്നും ഇല്ലല്ലോ. 3-4 മാസമായി അടച്ചിട്ടിട്ട്. ഒരുപാട് ഒരു കഷ്ടപ്പെടുന്നു. 4-5 അത് തന്നെ. പക്ഷെ അത് തന്നെ ഇവിടെ ഉള്ള ആളുകൾ കിടന്ന് കുറേ കഷ്ടപ്പെടുന്നു. കഷ്ടപ്പെടുന്നു. വേറെ ഒരു തൊഴിലില്ല. എത്ര പേർക്ക് ജോലി ഉണ്ടായിരുന്നു ഇവിടെ? കുറേ ആളുകളുണ്ട്. 18 വർഷം കഴിഞ്ഞ് ഇവിടെ പണി തുടങ്ങിയിട്ട്, ഇത് കമ്പനി തുടങ്ങിയിട്ട് 18 വർഷമായി. പക്ഷെ ഇപ്പം ആളുകൾ, ഞാൻ പോകണില്ല, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അതിൻ്റെ അലർജി ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റൂല. പക്ഷെ ഇവരൊക്കെ പോണവരാണ്. ഇതിനെ ഒന്ന് ഇതായെങ്കിൽ ആൾക്കാരെങ്കിലും രക്ഷപ്പെടുന്ന ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരാളിന് കിട്ടണം. അത് തന്നെ. എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വേറെ ഇല്ല. ഇത് ഇപ്പം കശുവണ്ടി എന്നല്ല, വേറെ ഏത് കമ്പനി വന്നിരുന്നാലും ആളുകൾ ജീവിക്കുമല്ലോ. എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മളെ നാട്ടിൽ വന്നാൽ നമുക്ക് ജീവിക്കായിരുന്നു. നമ്മളെ ഈ നാട്ടിൽ തന്നെ ഒരു തൊഴിലും ഇല്ല. അവർക്കറിയാം കാര്യങ്ങൾ. എന്തോ അതിനെ പറ്റി നമ്മളെന്നെ രഹസ്യമായിട്ട് വിറ്റ് അതൊന്ന് പറയണം. തൊഴിലുറപ്പ് എന്നും കിട്ടണല്ല. ഇതാ ഇപ്പം നമുക്ക് പണി കഴിഞ്ഞ് 2 ആഴ്ചയായി. പിന്നെ ഇതാ പണി, ഇനി അടുത്ത പണി വർക്ക് ആയാലല്ലേ പറ്റൂ. അപ്പം അത്രയും ദിവസം പൈപ്പൊക്കെ ഉണ്ട്. എത്ര പേർക്ക് കൊടുത്തെന്നു അറിഞ്ഞൂടാ. വീട് കിട്ടുന്നു. എൻ്റെ പേര് ഷീല. എനിക്ക് മണ്ണും വീടും ആവുകൊണ്ട് ഉടനെ വീട്ടിന് വേണം. പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പേസ്മെൻ്റ് ഒന്നും കെട്ടാത്തത്. എന്താ വെച്ചാൽ എനിക്ക് ലിവറിൽ വെള്ളക്കെട്ട്, അതുകൊണ്ട് 95 തൊട്ടേ ചികിത്സിക്കണം. അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. മരുന്ന് വേലയുടെ പൈസ അത്രയും. അതുമല്ല കൂലിപ്പണിയാണ്, ഭർത്താവിനൊന്നും കൂലിപ്പണി. അതുകൊണ്ട് അങ്ങനെ ഇരിക്കും. അണ്ടി ഓഫീസിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. ഇപ്പം അടച്ചിട്ടല്ല, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ പോണില്ല എങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട്. തൊഴിലുറപ്പിന് പോകണം. കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് 30 വരെ ആയപ്പോൾ 100 പണി തികഞ്ഞ്. നമ്മളെ ഈ സൈഡിലുള്ള ആൾക്കാർക്ക് തൊഴിലുറപ്പിൽ 100 പണി, നമുക്ക് 4 പേർക്കാണ് 100 പണി തികഞ്ഞത്. ബാക്കി ആർക്കും തികഞ്ഞില്ല. കാരണം സമയത്ത് നമ്മളെ കുറ്റവും കൂടിയാണ്. വസ്തുക്കളില്ല. നമുക്ക് ഇവിടെ ഉള്ളവർക്ക് 5 സെൻറ്റും 10 സെൻറ്റും ഒക്കെ ഉള്ളൂ. പിന്നെ ഏക്കർ കണക്കൊന്നും ഇല്ല. അങ്ങനെ ആ വസ്തുക്കൾ എടുക്കുമ്പോൾ അവർ 10 കരന്തീത്ത 15 കരന്തീത്ത രസീതേ എടുക്കുള്ളൂ, അംഗീകരിക്കുള്ളൂ. പിന്നെ റബ്ബറുകളാണ്. റബ്ബറിന് കൃഷി ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ റബ്ബർ ബോർഡിൽ നിന്ന് എഴുതി വാങ്ങിക്കണം. അങ്ങനെ എഴുതി കിട്ടാൻ കാലതാമസം ഉള്ളതുകൊണ്ട് നമുക്ക് തൊഴിലുറപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ 100 പണി തികയ്ക്കാൻ ഞാൻ മാർച്ച് 30 കൊണ്ടാണ് 100 പണി തികച്ചത്. നല്ല ഇടപെടൽ തന്നെ. നല്ല പ്രവർത്തനം. എനിക്ക് കിട്ടി 2018-19 കിട്ടിയത്. കുടിവെള്ളം കിട്ടി. അങ്ങനെ റോഡ് മുറിച്ച് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കുടിവെള്ളം എല്ലാ പൈപ്പുകളെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതുവരെയ്ക്കും വെള്ളം കിട്ടിയില്ല. ഈ ഒരു 5 വർഷം നേരത്തെയും 5 വർഷം ഭരിച്ച ആൾക്കാരുണ്ട്. നേരത്തെ 5 വർഷം ഭരിച്ചിരുന്ന ആള് തന്നെയല്ലേ അവരെ മെമ്പറിന് ത്രാണിയുള്ളതുപോലെ എല്ലാം ചെയ്യുന്നുണ്ട്. ഈ പ്രാഥമികമായിട്ടുള്ള വികസനങ്ങളൊക്കെ എങ്ങനെയാണ്? റോഡും അതുപോലെ തന്നെ കുടിവെള്ളം ഉണ്ട്, ഇല്ലാതെയല്ല. കുടിവെള്ളം ഇവിടെ മിക്കവാറും വരാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ വരില്ല, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വരാറുണ്ട്. പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ ആർക്ക്? എനിക്കോ? ഞാൻ CISF ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. അപ്പൊ എനിക്ക് CISF പെൻഷനാണ്. വാർഡ് മെമ്പറിന്റെ പ്രവർത്തനം കുഴപ്പമില്ല പോകുന്നുള്ളതാണ്. കുഴപ്പമില്ല.
ആരെ? എൻ്റെ പേര് പ്രഭാകരൻ നായർ. ഞങ്ങളെ കശുവണ്ടി ഫാക്ടറി തിരിച്ചു കൊണ്ടുവരണം. നമ്മളെ നാട്ടിൽ വികസനം വരണം. ഇത്രയും മാത്രമേ കഷ്ടപ്പാട്ടിൽ കൂടി ജീവിക്കുന്നവർക്ക് ഒരു തൊഴിൽ കിട്ടണം. അത്രേ ഉള്ളൂ. അണ്ടി ഓഫീസ് വന്ന് അന്ന് തൊട്ട് പണി ചെയ്യണ്. അത് പോയതിൽ വളരെയേറെ സങ്കടമുണ്ട്. 3.5 മാസമായി. കാരണം ഒന്നും പറഞ്ഞില്ല. അവര് രഹസ്യമായിട്ടാണ് പോയത്. ഒന്നും അറിയാൻ പാടില്ല. നമുക്ക് ആ തൊഴിൽ എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഉപകാരമാകും. സാലറി കൃത്യമായിട്ട് കിട്ടും. 150 വരെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് 300 വരെ തൊഴിലാളി ഉണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് ആളെ ഉള്ളായിരുന്നു. വാർഡ് മെമ്പർ എല്ലാം അറിഞ്ഞോ? നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചോദിച്ചിട്ടില്ല. നമുക്ക് ആ തൊഴിലുറപ്പും കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പറയാണ് ഞങ്ങൾക്ക് കിട്ടണം. കുടിവെള്ളം കുഴപ്പമില്ല. മുമ്പർ യാതൊരു കുഴപ്പമില്ല. ഞങ്ങളെ മുമ്പർ നല്ല മുമ്പറാണ്. നല്ല പ്രവർത്തനമാണ്. നമ്മളോട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും മുമ്പർ ഇങ്ങെത്തും. കഴിഞ്ഞ ഒരു 5 വർഷം അവരെ തന്നെ ഭരിച്ചത്. വീണ്ടും ഇപ്പോഴും വാർഡ് മെമ്പർ തന്നെ ഭരിക്കുന്നത്. ഇതൊക്കെ അങ്ങനെ പോകുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്ന ഇടപെടാൻ പറ്റുന്ന ആളാണ്. ഇവിടുത്തെ ഒരു അണ്ടി കൂട്ടിയ അണ്ടി വരാത്തോണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങളെല്ലാം മാറി കഴിക്കുന്നത്. ഞാനിവിടെ വർക്ക് ചെയ്ത ആളാണ്. ഞാനും ഈ വർഷം കാര്യങ്ങളുണ്ട്. അങ്ങനെ നടന്നു പോകുന്നു. ഇപ്പം അണ്ടി വരാത്തത് കൊണ്ടാണെന്ന് പറയുന്നത്. 2 വർഷം 2-3 മാസം കൊണ്ട് കൂട്ടിയിട്ട് ഇവിടെ 300 പേരുണ്ടായിരുന്നു. ഞാൻ പോയിരുന്ന സമയത്ത് 300 തൊഴിലാളികളുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ 6-7 ആണുങ്ങളായിരുന്നു. 10-12 ആണുങ്ങളുണ്ട് മൊത്തത്തിൽ. അപ്പൊ ഈ കുറെ പേരുടെ ഉപജീവന മാർഗം നഷ്ടമായതാണ്. അത് നമ്മുടെ വാർഡ് മെമ്പറിലൊക്കെ ഇടപെടുന്നുണ്ടല്ലോ. വാർഡ് മെമ്പറൊന്നും ഇടപെടുന്നില്ല. ഇല്ല ഇടപെടാൻ പറ്റില്ല. നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ വാർഡിന്റെ ഈ 5 വർഷത്തെ വികസനങ്ങളൊക്കെ എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ പറയാൻ പറ്റില്ല. 50% പറയാൻ പറ്റില്ല. ഒരു ഭരണം മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? ഭരണം മാറി വരണം. ഇപ്രാവശ്യം 2-3 പ്രാവശ്യം നിൽക്കാൻ ഒക്കില്ലല്ലോ. ഭരണം മാറി വരണമെന്ന് ആഗ്രഹമുണ്ട്. പേരെന്താണ്? എന്റെ പേര് യോഗൻ. വാർഡിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എങ്ങനെയാണ് കാര്യമുണ്ടോ? ഇവിടെ പ്രവർത്തനം എങ്ങനെയാണ്? ഓക്കെ. നമ്മുടെ ഈ ബാക്കിയുള്ള പ്രാഥമിക കാര്യങ്ങൾ കുടിവെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ? പൈപ്പ് ലൈനിന്റെ ഈ ബാക്കി റോഡുകളുടെ കാര്യം എങ്ങനെയാണ്? റോഡ് ഇപ്പൊ ഈ റോഡ് ഇന്ന് ചെറിയ റോഡുകളൊക്കെ ഉണ്ടാവില്ല. റോഡുകളുടെ ഒക്കെ ഇവിടെ മാത്രമേ കുഴപ്പമില്ലാതൊന്നും. ബാക്കി അവരുടെ പഞ്ചായത്ത് മെമ്പർ വീടിനങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളങ്ങോട്ട് എത്തിയിട്ടില്ല. ഇവിടെ എത്ര വീടുണ്ട് ഈ വഴിയിൽ? ഇവിടെ ഞങ്ങൾ 3 പേരുണ്ട്. 3 പേരുണ്ട്. അത് പൊതുവഴിയായിട്ടാണോ? പൊതുവഴി നമ്മൾ പണ്ടേ പൊതുവഴിയുണ്ട്. വീട് കൂട്ടാനുള്ള സാഹചര്യമൊന്നുമില്ല. ഇല്ല. അപ്പൊ ഇതൊരു ഉപജീവന മാർഗമായിട്ട് വെച്ചിരിക്കുകയാണല്ലേ ഈ കട? പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ വാർഡിന്റെ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നല്ല രീതിയിലാണ് പോകുന്നു. എല്ലാത്തിനും സഹായമുണ്ട്. പേരെന്താണ്? വസന്ത. ഒരു കർഷകനാണ്. പണിക്ക് പോകും. അല്ലെങ്കിൽ ഇറങ്ങി ഒരു 12 വെള്ളം കോരാട്ട വെള്ളം കോര എല്ലാ കൃഷിയുടെ വാഴത്തി എല്ലാം ഉണ്ട്. പിന്നെ അതിപ്പോൾ പൊതുവെ എല്ലാം ആഴ്ചയൊഴിച്ച് നാശമാക്കി ഒരാളില്ല. 2013 ഞങ്ങൾക്ക് ഇതുപോലെ പൈസ ഉമ്മൻചാണ്ടി കാലത്ത് നമുക്കൊക്കെ വല്ലതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കില്ല. ഇപ്പം ഈ ഒരു 10 കൊല്ലത്തിന് ശേഷം 10-12 കൊല്ലത്തിന് വന്നിട്ട് ഒരു രൂപ പോലും ഒരു ആരോഗ്യം വിളിച്ച് നമ്മൾ വളങ്ങൾ വാങ്ങിച്ച് ചെയ്ത് നമുക്ക് വല്ലതും 10 പൈസ കിട്ടാറാകുമ്പോൾ കാറ്റടിച്ച് വെച്ച് ഇതേ ഉള്ളു നമുക്ക് പരാതി. അല്ല വേറെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. അത് നമുക്ക് ചിലപ്പോ ഇൻഷുറൻസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കൊന്ന് അന്ന് ഓടിയാതെ വന്നത്. ഇപ്പൊ എല്ലാ വർഷവും നമ്മൾ ഇപ്പൊ നമ്മൾ ഒരു 10-100 യാത്രകൾ ഓവർസീസ് ഒക്കെ എല്ലാം
എന്നാലല്ല ഞാനും കൂടെ ഭാഗത്താണ് എനിക്ക് ഒട്ടും. പക്ഷെ ഞാൻ പോയിട്ടാണ് ചിലപ്പോൾ 10 ഹോട്ടലിലെ അഡ്രസ് വരെ മാറിയിട്ടില്ല. ഒരാളുടെ അഡ്രസ് മാറി മാത്രമല്ല 4 മക്കളും ഈ കർഷക മേഖല പ്രതിസന്ധിയിൽ തന്നെയാണ് പോകുന്നത്. അതിന്റെ പരിഹാരം കാണുന്നില്ല. അതിന്റെ പരിഹാരം കാണുന്നില്ല. പേരെന്താ? കൃഷികളിലൊക്കെ അംഗങ്ങളുണ്ട്. അങ്ങനത്തെ വിപണിയിലാണ് കൊല കൊടുക്കുന്നത്. പേരെന്താണ്? എന്റെ രജിസ്ട്രേഷൻ വരെ അവിടെ ഉണ്ട്. കൃഷിഭവനുണ്ട്. എല്ലാ കാര്യത്തിലും ഞാൻ പങ്കെടുക്കുന്നു. കുട്ടികളുടെ രക്ഷകർത്താക്കൾ നല്ല സപ്പോർട്ടാണ്. പഞ്ചായത്തിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. പഞ്ചായത്തിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പഞ്ചായത്തിൽ നിന്ന് തരുന്നുണ്ട്. ഫുഡായിട്ടായാലും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അരിയും ആഴ്ചയിൽ 2 ദിവസം അരിയും പയറും കഞ്ഞിയും, പിന്നെ ഉച്ചയ്ക്ക് ഉപ്പുമാവ്, പാലുമുട്ടയുണ്ട്. ആഴ്ചയിൽ 3 ദിവസം പാലുമുട്ടയും കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ മെമ്പർ നല്ല സപ്പോർട്ടുണ്ട്. രക്ഷകർത്താക്കളൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ മാസത്തിൽ 2-3 മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. ALMC എന്ന് പറയുന്നത് AG മീറ്റിംഗ്, അങ്ങനെ മദേഴ്സ് മീറ്റിംഗ് ഒക്കെ കൂടുന്നുണ്ട്. പിന്നെ മാസത്തിൽ 2 പ്രാവശ്യം CB എന്ന് പറയുന്ന 2 പരിപാടി. വാർഡ് മെമ്പർ സപ്പോർട്ടുണ്ട്. എൻ്റെ പേര് ഉഷകുമാരിയാണ്. ഞാൻ ചെമ്പനാകോട് 10ാം വാർഡിലെ മെമ്പറാണ്. ഈ 2020 ഞാൻ ജനപ്രതിനിധിയായിട്ട് കയറിയിട്ടുള്ളത്. അതിനുശേഷമുള്ള നമ്മളെ ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തുടക്കത്തിൽ തന്നെ നമുക്കൊരു നീർത്തട പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ വാർഡിന് 52 ലക്ഷം രൂപയുടെ പദ്ധതി വീതം കിട്ടിയിട്ടുണ്ട്. അതിൽ ചെയ്ത കാര്യങ്ങളെന്ന് വെച്ചാൽ കുറച്ച് വീടുകൾക്ക് കിണർ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. കിണർ റീചാർജിങ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ വസ്തുക്കൾ റബ്ബറൊക്കെ ഉള്ള ആൾക്കാരുടെ VPL APL എന്നുള്ള രീതി അല്ലാതെ തന്നെ ഈ ഉള്ള റബ്ബറുകൾ അതിലൊക്കെ തന്നെ പണി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തോടിൻ്റെ സൈഡ് കെട്ടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ആ ഫണ്ട് വെച്ചുള്ള ഏകദേശം എല്ലാ ഫണ്ട് ചിലവഴിച്ചെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ള വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മളെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഫണ്ടിൽ നിന്ന് തന്നെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹനുമാൻ ക്ഷേത്ര റോഡ് ടാർ ചെയ്ത് സൈഡ് കെട്ടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പിന്നെ തലക്കോണം SS റോഡ് അതുപോലെ ചെയ്യാൻ കഴിഞ്ഞു. തലക്കോണം കാക്കോട്ടുകോണം റോഡ് ചെയ്തു. കൊല്ലോണം ചിറത്തലയ്ക്കൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇവിടെ കിഴമച്ചൽ ഈ പ്രദേശത്ത് ഒരു ടാക്സ് വരുമായിട്ട് അതിൽ നിന്ന് കിട്ടിയ ടാക്സിൽ ഫസ്റ്റ് വന്ന വാർഡാണ് ഞാൻ. 2023 ടാക്സിൻ്റെ ഫസ്റ്റായിരുന്നു. 2024 ഫസ്റ്റാണ്. ആ കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് പിന്നെ റോഡ് ചെറിയ തടങ്ങൾ അങ്ങനെ ചെയ്യാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കിഴമച്ചൽ പള്ളിനട റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പിന്നെ ജലജീവൻ പദ്ധതിയായിട്ട് ഏകദേശം പേർക്കും പൈപ്പ് കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ നമ്മളെ ടാറിട്ട റോഡ് ഒഴികെ എന്നാലും ഏകദേശം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യം. പിന്നെ നമുക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം പ്രദേശത്തും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ലൈന് എക്സ്റ്റൻഷനും പോസ്റ്റ് ഷിഫ്റ്റിങ്ങും പോസ്റ്റ് ഇട്ടും പുതിയ പോസ്റ്റ് നിലനിർത്തി അങ്ങനെ ഉള്ള പദ്ധതികളെല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഫണ്ടും അതിലുണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് 3/4 ഭാഗത്തോളം പൂർത്തീകരിക്കാൻ കഴിയും. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. വാർഡിലായിട്ടുണ്ട്. കുടിവെള്ളം എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. പരാതികളായിട്ടില്ല. കുറച്ച് ഈ ടാറ് പൊളിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. മെയിൻ റോഡുകളായതുകൊണ്ട് ഇപ്പോൾ ചെയ്ത പണി ഈ റോഡൊക്കെ PWD ഇപ്പോൾ ചെയ്ത വർക്കുകളാണ്. അതുകൊണ്ട് അത് പൊളിക്കാതിരിക്കാൻ വേണ്ടി അതെന്ന് വെച്ചാൽ അത് മറ്റ് അവർക്ക് ബുദ്ധിമുട്ടുമില്ല. വെള്ളം കിട്ടാത്ത പ്രദേശത്തും അല്ല. അങ്ങനെയുള്ളതേ ഇല്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഏകദേശം ഈ വർഷവും 100 തികയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തീരെ അങ്ങനെ തന്നെ വർക്കുകൾ ഇപ്പോഴും വർക്ക് നടക്കുന്നുണ്ട്. വർക്കുകൾ എല്ലാവർക്കും 100 ദിവസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവരോടൊപ്പം സഹകരിച്ച് നമ്മളോടൊപ്പം ആ രീതിയിലുള്ള വാർഡിൻ്റെ തൊഴിലുറപ്പ് മേഖല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ നമുക്ക് 18 പേർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ PMAY 6 പേർക്ക് വന്നിട്ടുണ്ട്. അത്രയും ഇനിയും കൊടുക്കാനുള്ളത് 600. നമുക്കിവിടെ
എടുത്ത ലിസ്റ്റ് ഇത്രയും വേറെ ആണെങ്കിലും ഒരു 10 അർഹതപ്പെട്ട 1-2 പേര് പുറത്തായിട്ടുമുണ്ട്. കാരണം ഇന്നും ഇപ്പോഴും ഈ ടാക്സ് കളക്ഷൻ്റെ ഇതിലിരുന്നിട്ട് ഒരു വ്യക്തി വന്ന് അവന് കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി പറഞ്ഞിട്ട് പോയി. കാരണം അർഹത ഉള്ളതാണ്, പക്ഷേ ഈ അർഹത ഉള്ള 1-2 ലിസ്റ്റുകൾ താഴോട്ടാണ്. ഒരു 500-നകത്തൊക്കെ ആയിപ്പോയി ആ ലിസ്റ്റ്, പഞ്ചായത്തിൻ്റെ ലിസ്റ്റിൽ. നമ്മളെ ലിസ്റ്റിൽ നേരിട്ട് ഒരു 10, 25, 35 ഇടയ്ക്കാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ആ വീട് 500 കഴിഞ്ഞുണ്ട്. ഒന്നാമത് വരേണ്ടതാണ് ഒരു അശ്വതി എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ വീട്. പക്ഷേ അത് മാനദണ്ഡങ്ങൾ അവളെ മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണ് ഭർത്താവെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല. ഇവർ ഈ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ ഓൺലൈനിൽ കൊടുത്തപ്പോൾ അതുകൊണ്ട് ആ കുട്ടി അതിൽ നിന്ന് ഒഴിവായിട്ടില്ല. അവളെ ലിസ്റ്റ് കിടക്കണം 535 പഞ്ചായത്തിൻ്റെ ലിസ്റ്റ്. 220 പേരെ എടുത്തിട്ടുള്ളൂ. പക്ഷെ അതിന് കിട്ടുമോ? കാരണം അവളെ വീടിൻ്റെ അവസ്ഥ വേറും ദയനീയം. കാരണം മഴ പെയ്ത എല്ലാ വെള്ളവും അതിനകത്താണ്. അത് ഈ വാർഡിനകത്ത് തന്നെ എല്ലാവരും ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാരണം അവൾക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല, മറ്റുള്ളവർക്കൊക്കെ കിട്ടി. ആ കൊച്ചെല്ലാ അദാലത്തുകളിലും പങ്കെടുത്തു, കളക്ട്രേറ്റിൽ വരെ പോയി. പക്ഷേ എങ്കിലും PSC പോലുള്ള ലിസ്റ്റാണ് ഈ ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ള ലൈഫിൻ്റെ ലിസ്റ്റ്. അതുകൊണ്ട് അതിൽ നിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആ ഒരു ഇതേ ഉള്ളൂ. ബാക്കി 22 വീടോളം നമുക്ക് ലൈഫും PMAY ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ ആശാ വർക്കർ കൂടിയാണ്. അപ്പോൾ പിന്നെ നമ്മളെ വാർഡിൻ്റെ കാര്യങ്ങളിൽ മാലിന്യമുക്ത കേരളമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വാർഡിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇന്നലെയും പഞ്ചായത്ത് മീറ്റിംഗ് ആയിരുന്നു. ഇടയ്ക്ക് 22-നോ 20-നോ അകത്ത് വെച്ച് ഇവിടെ ആ പരിപാടി എല്ലാവരെയും ഉൾപ്പെടുത്തി തന്നെയാണ് ചെയ്യണത്. RRT അംഗങ്ങളും പിന്നെ നമ്മളെ ഈ ക്ലബിൻ്റെ അംഗങ്ങൾ, പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആശാ വർക്കർമാർ, ADS, CDS എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വാർഡിൻ്റെ ആരോഗ്യ മേഖലയിലുമായിട്ട് ബന്ധപ്പെടുന്നെങ്കിലും കൊറോണ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സഹായങ്ങൾ RRT വഴിയൊക്കെ ചെയ്തു. എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇപ്പോൾ ഒരു തലയ്ക്കോണത്തെന്ന് പറഞ്ഞ ഒരാൾ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ആളിന് വേറെ മക്കൾ ഉണ്ടെങ്കിൽ പോലും ഉപേക്ഷിക്കപ്പെട്ട സമയത്ത് ഞാനും ആശാ വർക്കറും കൂടെ പോയാണ് അദ്ദേഹത്തെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 1 മാസത്തോളം കിടന്ന് ഞങ്ങൾ പോയി അന്വേഷിച്ചു. ബോഡി ഞങ്ങൾ തന്നെയാണ് ഏറ്റുവാങ്ങി. മക്കൾ സ്റ്റേഷൻ വഴി തന്നെയാണ് പോയത്. അറിയിച്ചിട്ട് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് പോലീസ് അടക്കം ഞങ്ങൾ അവിടെ വന്നെങ്കിലും ഒരു മോനും കൂടെ സഹകരിച്ചു. അവന് വേണ്ട, ബോഡി അവൻ ഏറ്റുവാങ്ങില്ലെങ്കിലും വന്ന് ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങൾ ഇവിടെ കൊണ്ട് മറവ് ചെയ്യുകയും ചെയ്തു. ഈ പാലിയേറ്റീവ് കെയറിൽ നമ്മൾ ആമച്ചലെന്ന് പാലിയേറ്റീവ് സിസ്റ്ററുണ്ട്. നമ്മളെ കിടപ്പ് രോഗികൾ, ഞങ്ങൾക്ക് ഈ വാർഡിൽ ഇപ്പോൾ അധികം കിടപ്പ് രോഗികളില്ല. എൻ്റെ വാർഡിൽ അധികം കിടപ്പ് രോഗികളില്ല. 3 പേരെ ഇപ്പോഴുള്ളൂ. അപ്പോൾ അവർ പാലിയേറ്റീവിൽ ആമച്ചലെന്നുള്ള നേഴ്സുണ്ട്. അവർ എല്ലാ മാസവും വന്ന് അവരെ നോക്കുകയും അവരൊക്കെ ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റി അവരെ NCD, BP, ഷുഗർ എല്ലാം നോക്കി അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഈ വാർഡിൽ നടക്കുന്നുണ്ട്. അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പാലിയേറ്റീവിൻ്റെ നല്ല രീതിയിലുള്ള സഹകരണം ആമച്ചലിൽ നിന്ന് എല്ലാവർക്കും ഇവിടെ ഉള്ള പാലിയേറ്റീവ് അംഗങ്ങൾക്ക് പറയുന്നതനുസരിച്ച് അവർ വന്ന് നോക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഇല്ല. നമുക്ക് അതിദരിദ്രരില്ല ഈ വാർഡിനില്ല. ഇല്ല. കാർഷിക മേഖലയിൽ നമ്മൾ ഏകദേശം കർഷകരാണ്. ഇവിടെ ഏകദേശം കുറച്ച് പേര് കർഷകരുണ്ട്. നമുക്ക് കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങളും ഒരുപാടൊന്നും ഇപ്പോൾ പഴയ കണക്കിലുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങളൊന്നും ഒരുപാടില്ല എങ്കിൽ പോലും കൃഷിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരൊക്കെ കമ്മിറ്റി കൂടി തന്നെ അവരവരെ കൈകളിലെത്താൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഇപ്പം തന്നെ ഇവിടെ ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ടുള്ള ഒരു വായ്പ ഇവർക്ക് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരെ സംഘടിപ്പിച്ച് അതിനുള്ള 1-2 പേര് അതിലും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കാർഷിക മേഖലയായിട്ട് കിട്ടാനുള്ള കൃഷി ഓഫീസ് വഴിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരും അതിനോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളില്ല. അങ്ങനെ പോകുന്നുണ്ട്. ഈ ബ്ലോക്കിൽ നിന്നും ജില്ലയിൽ നിന്ന് MLA നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ബ്ലോക്കിൽ നിന്ന് ഒരു റോഡിന് ഒരു പയ്യങ്കോട് ഒരു റോഡിന് 5 ലക്ഷം രൂപ ബ്ലോക്ക് മെമ്പർ തന്നു. അത് കോൺക്രീറ്റ് ചെയ്തു. MLA ഫണ്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൽ നിന്നും കിട്ടിയിട്ടില്ല. ഈ 4 വർഷക്കാലം ജനങ്ങളുടെ സപ്പോർട്ട് എങ്ങനെ? ജനങ്ങളെ സപ്പോർട്ട് MLAയുടെ ഇതിൽ ഞങ്ങൾക്കിവിടെ ഒരു ഗവൺമെൻറ് LP സ്കൂളുണ്ട്. ആ സ്കൂളിന് വേണ്ടിയിട്ട് കെട്ടിടം വയ്ക്കാൻ 75 ലക്ഷം രൂപ നമ്മുടെ MLA വി സതീഷ് അവർ ചെയ്തിട്ടുണ്ട്. കെട്ടിടത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് അല്ലാത്ത വാർഡ് വികസനങ്ങളൊന്നും കിട്ടിയിട്ടില്ല.
അങ്ങനെ പിന്നെ ജനങ്ങൾ കുഴപ്പമില്ല, ജനങ്ങളോടൊപ്പം തന്നെയാണ്, അവരും എന്നോടൊപ്പമാണ്. കാരണം അവർക്ക് ഞാൻ രണ്ടാമത് ജനപ്രതിനിധിയാണ്. എന്നാലും അവരെ സഹകരണം നല്ല രീതിയിലുണ്ട്. എത്രയൊക്കെ ആയാലും ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ എത്ര നമ്മൾ ചെയ്താലും കുറ്റവും കുറവും എല്ലാം വരും. ആനുകൂല്യങ്ങളെ കാര്യം വരുമ്പോൾ അവർക്ക് കൊടുത്തവർക്ക് കിട്ടിയില്ല എന്നുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇതുള്ളൂ. അല്ലാതെ ജനസപ്പോർട്ടാണ് എനിക്ക്. പഞ്ചായത്തിൻ്റെ സപ്പോർട്ടാണ്. യാതൊരു ഞങ്ങൾ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള രീതിയിലൊന്നും അല്ല. കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കമ്മിറ്റി പരമായിട്ട് ഞങ്ങൾ പറഞ്ഞു തള്ളാൽ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്, യാതൊരു കുഴപ്പമില്ല.